ഓഫീസിൽ പോകാൻ റെഡിയായി. പുറത്തേക്ക് ഇറങ്ങിയപ്പം ഭയങ്കര മഴക്കാർ. ചെറുതായിട്ടൊക്കെ മഴ പെയ്തിട്ടുണ്ട്. നമ്മൾ രാവിലെ കാണത്തൊന്നുമില്ല, എഴുന്നേൽക്കുമ്പോൾ ഒരു സമയമാവുമല്ലോ. റോഡിലൊക്കെ വെള്ളം കിടക്കുന്നതാണ്. അങ്ങനെ ഓഫീസിൽ പോകാൻ വണ്ടി വന്നു. അങ്ങനെ യാത്ര തുടങ്ങി. എപ്പോഴും എനിക്കുള്ളൊരു ഡൗട്ടാണ്, ഈ സിഗ്നലിൽ എന്തിനാണ് ഈ യെല്ലോ കളർ ലൈൻ കൊടുത്തിരിക്കുന്നത്? നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് പറയണം കേട്ടോ. അതെപ്പോഴുള്ള ഡൗട്ടാണ്. എല്ലാ വിദേശ രാജ്യത്തെ പോലെ ഇതേ സൈക്കിൾ ട്രെൻഡ് സൗദിയിലും വന്നു കേട്ടോ. കുറേ കാണുന്നുണ്ട്. ഒരു പ്രാവ് വട്ടം ചാടി തീർന്നെന്നാണ് വിചാരിച്ചു, പക്ഷേ രക്ഷപ്പെട്ടത്. ഈ കാണുന്നത് ഈ സിറ്റിയിലേക്ക് വേണ്ടിയുള്ള പുതിയ വാട്ടർ ടാങ്കാണ് കേട്ടോ. അങ്ങനെ ഓഫീസിലെത്തി വർക്ക് തുടങ്ങുന്ന സമയമായി. വർക്ക് ചെയ്ത് ഇന്ന് പ്രത്യേകത എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, സൗദി ഗവൺമെൻറ് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി നോമ്പ് തുറ അവതരിപ്പിക്കുന്നുണ്ട്. അവിടെയാണ് ഇന്ന് നോമ്പ് തുറ. അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയാണ് ഈ വീഡിയോയിൽ ബാക്കി. ഇത് മക്ക മദീനയ്ക്ക് പോണ വണ്ടിയാണ് കേട്ടോ. ഈ കാണുന്ന ക്യാമ്പാണ്, ഇവിടെയാണ് നോമ്പ് തുറ. ഈ നോമ്പ് തുറയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ മലയാളികൾക്കും തമിഴ് ആൾക്കാർക്കും ഫിലിപ്പീൻസിന് ബംഗാളികൾക്ക് ഹിന്ദിക്കാർക്ക് അറബികൾക്ക് എല്ലാം സെപ്പറേറ്റ് ഇങ്ങനെ ക്യാമ്പ് വെച്ചിരിക്കുകയാണ്. മലയാളികൾ മാത്രമേ മലയാളികളുടെ ക്യാമ്പിൽ ഇരിക്കുകയുള്ളൂ. അങ്ങനെ എല്ലാവർക്കും സെപ്പറേറ്റ്. അങ്ങനെ വേറെ രാജ്യക്കാർ വന്നിരുന്ന ആദ്യം പറഞ്ഞു വിടും, പിന്നെ സ്ലോട്ട് ഉണ്ടെങ്കിൽ വേറെ ആൾക്കാർക്ക് ഇരിക്കാവുന്നതാണ്. ഇതാണ് കണ്ടല്ലോ. നോമ്പ് തുറക്ക് അത്യാവശ്യം നല്ല വിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, മന്തിയൊക്കെ ഉണ്ട്. ഇവിടെ കപ്സ എന്ന് പറയും. എല്ലാ നാട്ടുകാരും ഉണ്ടായിരുന്നു, ബംഗാളികൾ, പാകിസ്ഥാനികൾ എല്ലാവരും ഉണ്ട്. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇത്ര ആൾക്കാരുണ്ട് പുറത്ത്. എല്ലാവരും സന്തോഷത്തോടെ പുറത്ത് പോകത്തുള്ളൂ, അത് ഉറപ്പാണ്. അങ്ങനെ റൂമിൽ ചെന്ന് കിടന്നുറങ്ങി. പിന്നെ രാത്രി കഴിക്കാനായിട്ട് പാകിസ്ഥാനി റൊട്ടിയും ചനാ ഡാളും, പിന്നെ അതിനൊപ്പം നല്ലൊരു ചായയും. പിന്നെ കിടന്നുറങ്ങി.